സ്നേഹവും കരുതലും നൽകി സ്വന്തം മകനെ പോലെ കൂടെ നിർത്തിയവന് ആ കുടുംബത്തിന്റെ വെളിച്ചം കെടുത്തിയ ക്രൂരതയുടെ ഞെട്ടലിൽ നിന്ന് മൂഴിക്കല് ഇനിയും മുക്തമായിട്ടില്ല. പൂതംകുഴിമീത്തല് വീട്ടില് നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിനാന് ആത്മഹത്യ ചെയ്ത സംഭവത്തില് അവിശ്വസനീയമായ ദുരൂഹതകളാണ് ഓരോന്നായി പുറത്തുവരുന്നത്. കൊലപാതകത്തിന് ശേഷവും മണിക്കൂറുകളോളം വീടിനുള്ളില് ഒളിപ്പോര് നയിച്ച അദ്നാന്റെ നീക്കങ്ങള് ഒരു കൊടും ക്രിമിനലിന്റേതിന് സമാനമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. മലബാറിലെ പ്രമുഖ ബാരൽ റിപ്പയറിംഗ് വ്യവസായി CP ഹംസയുടെ പേരമക്കള് തമ്മിലുള്ള വൈരാഗ്യമാണ് ഈ ചോരക്കളിയിൽ അവസാനിച്ചത്. പഠനവൈകല്യവും സ്വഭാവദൂഷ്യവുമുള്ള അദ്നാനെ നന്നാക്കിയെടുക്കാന് ഹംസയുടെ മകള് റംസീനയുടെ വീട്ടില് താമസിപ്പിച്ചതായിരുന്നു. എന്നാൽ ഈ സ്നേഹത്തെ ചൂഷണം ചെയ്ത് വീട്ടിൽ നിന്ന് 40,000 രൂപ അദ്നാനെ മോഷ്ടിച്ചു. ഈ വിവരം നസ്രീന പുറത്തു പറഞ്ഞതോടെ അദ്നാനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. 4 മാസം മുൻപ് നടന്ന ഈ സംഭവത്തിലെ പകയാണ് നസ്രീനയുടെ ജീവനെടുത്തത്. കൊലപാതകം നടന്ന തിങ്കളാഴ്ച രാത്രി അദ്നാന് നടത്തിയ നീക്കങ്ങള് ആസൂത്രിതമായിരുന്നു. രാത്രി 7ഓടെ മതിൽ കടന്നെത്തിയ ഇയാള് വീടിന്റെ പിന്നിലെ കുളിമുറിയില് ഒളിച്ചിരുന്നു. CCTV ക്യാമറകള് തിരിച്ചുവെച്ച് തെളിവ് നശിപ്പിക്കാനും ഇയാള് ശ്രമിച്ചു. വീട്ടിലെ വിരുന്നുകാരും മറ്റും മടങ്ങിയ ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് ഇയാള് അകത്തു കടന്നത്. ഉറങ്ങിക്കിടന്ന നസ്രീനയെ ലെഗിൻസ് ഉപയോഗിച്ച് കഴുത്തുഞിരിച്ചും വായ പൊത്തിപ്പിടിച്ചും ക്രൂരമായി കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷവും അദ്നാന് കാട്ടിയ തണുപ്പിന് മനോഭാവമാണ് പോലീസിനെ അമ്പരപ്പിക്കുന്നത്. വീടിനുള്ളിലെ 2 മുറികളില് AC പ്രവർത്തിപ്പിച്ച് ഇയാളെ ഏറെ നേരം ചെലവഴിച്ചു. ഇതിനുശേഷം താഴത്തെ നിലയില് ഉമ്മൂമ സഫി ഉറങ്ങുന്ന മുറിയിലെത്തി അലമാരയുടെ താക്കോല് കൈക്കലാക്കാൻ ശ്രമിച്ചു. നസ്രീനയുടെ ജീവനെടുത്ത ശേഷവും മോഷണം തുടരാനുള്ള ഇയാളുടെ പദ്ധതിയാണിതെന്ന് പോലീസ് സംശയിക്കുന്നു. സഫിയ ഉണർന്ന് ബഹളം വെച്ചതോടെയാണ് വീട്ടുകാര് വിവരമറിയുന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ മുകളിലെ മുറിയിൽ കയറി വാതിലടച്ച അദ്നാന് ആത്മഹത്യക്കായി തിരഞ്ഞെടുത്ത രീതിയും അവിശ്വസനീയമാണ്. പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന വീതിയേറിയ പ്ലാസ്റ്റര് മുഖത്ത് വായയും മൂക്കും കണ്ണും മൂടുന്ന രീതിയില് വരിഞ്ഞൊട്ടിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ പ്ലാസ്റ്റര് സ്വയം വലിച്ചു മാറ്റാന് ആരും ശ്രമിക്കുമെന്നിരിക്കെ അദ്നാന് അതിന് തുനിഞ്ഞില്ലെന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. എന്നാല് പശുമയേറിയ ഈ പ്ലാസ്റ്റര് പെട്ടെന്ന് മാറ്റാനാവില്ലെന്നാണ് ഫോറൻസിക് നിഗമനം. 10ാം ക്ലാസ്സില് ഉന്നത വിജയം നേടി ഡോക്ടറാകാനും മോഹിച്ചിരുന്ന നസ്രീനയുടെ സ്വപ്നങ്ങളാണ് ഇതോടെ ഇല്ലാതായത്. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് മരണം വില്ലനായെത്തിയത്. അദ്നാന്റെ പഠനച്ചെലവുകൾ ഉൾപ്പെടെ വഹിച്ചിരുന്ന കുടുംബത്തിനെ ഈ ക്രൂരത താങ്ങാവുന്നതിലും അപ്പുറമാണ്. നിസാര് റംസീന ദമ്പതികളുടെ മൂത്ത മകളാണ് നസ്രീന. വീടിനു ചുറ്റും നിരവധി CCTV ക്യാമറകൾ ഉണ്ടായിരുന്നിട്ടും ഒന്നില് മാത്രം ദൃശ്യങ്ങൾ പതിഞ്ഞത് അദ്നാന്റെ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന് തെളിവാണ്. 10ാം ക്ലാസ് പരീക്ഷാഫലം വരുന്നതിന് തൊട്ടുമുൻപ് നടന്ന ഈ ദുരന്തം നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തി. വീട്ടില് വിരുന്നുകാരുണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്നാന് ഉള്ളില് കടന്നുകൂടിയത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകള് ശേഖരിച്ചു. ശ്വാസമുട്ടിയാണ് 2 പേർ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അദ്നാന്റെ മരണത്തിലെ വിചിത്രമായ സാഹചര്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അദ്നാനെ നല്ല വഴിക്ക് കൊണ്ടുവരാനായി മാർക്കസ് ഐയില് ചേർത്തതും ഹംസയായിരുന്നു. ബിസിനസ് കാര്യങ്ങളില് സഹായിയായി അദ്നാന് കൂടെയുണ്ടാകുമെന്ന് കരുതിയാണ് അവന് എല്ലാ സൗകര്യങ്ങളും നൽകിയത്. എന്നാല് ഉപകാരത്തിന് ഉപദ്രവം എന്ന പോലെ ആ കുടുംബത്തിന്റെ തായ്വേര് തന്നെ ഇയാള് അറുത്തു. വേങ്ങരയിലെ സ്ഥാപനത്തില് ഫീസ് അടച്ച് +2-നൊപ്പം എൻട്രൻസ് പരിശീലനത്തിന് തയ്യാറെടുത്ത നസ്രീനയുടെ മുറിയില് നിന്നാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച പാക്കിംഗ് ടേപ്പും മറ്റും കണ്ടെത്തിയത്. അദ്നാൻ ഒളിച്ചിരുന്ന മുറിയില് നിന്നും സമാനമായ തെളിവുകള് ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രിയങ്കരനായ CP ഹംസയുടെ കുടുംബത്തിലുണ്ടായ ഈ ദുരന്തം കോഴിക്കോട് നഗരത്തെ ഒന്നടങ്കം നിശബ്ദമാക്കി. വൈരാഗ്യം മൂത്ത് ഒരു യുവാവ് ഇത്രയും വലിയ ക്രൂരതയ്ക്ക് തുനിഞ്ഞതെങ്ങനെയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ലഹരിമരുന്നിന്റെ സ്വാധീനം എന്തെങ്കിലും ഉണ്ടോയെന്നും രാസപരിശോധന ഫലം വന്നാലേ വ്യക്തമാകൂ. മൂഴിക്കല് പൂതംകുഴിമീത്തല് വീട്ടിലെ ഈ ഇരട്ടമരണം ഒരു കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ലബകയും മോഷണവും ഒരു തലമുറയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങള് ബാക്കി വെച്ച് നസ്രീനയും അദ്നാനും യാത്രയായെങ്കിലും ആ രാത്രിയിലെ ദുരൂഹതകള് മറനീക്കി പുറത്തുവരാന് കാത്തിരിക്കുകയാണ് നാട്.